ഹായ് ഗൈസ്, അഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മളുടെ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റിലെ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്പീഡിനെ ബൂസ്റ്റ് ചെയ്യാമെന്നാണ്. അതായത് ഇപ്പം ഈ പബ്ജി പി സി അല്ലെങ്കിൽ വാലോറന്റ് പി സി ഇതൊക്കെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നോർമലി ക്യാരക്ടറിൻ്റെ സ്പീഡ് ഇതായിരിക്കും. നമ്മളിപ്പം ലെഫ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാരക്ടർ കുറച്ചുകൂടെ ഇങ്ങനെ സ്പീഡിൽ പോകും. ഇപ്പോൾ ഇത്രയും സ്പീഡ് ഉണ്ടാവില്ല, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാവും, നോർമൽ വാൾക്ക് സ്പീഡിനെക്കാട്ടിയും കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടാവും നമ്മൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് ഷിഫ്റ്റിൽ. ഓക്കെ, അപ്പം ഇതെങ്ങനെ നമുക്ക് അൺറിയൽ എഞ്ചിനിൽ ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ നിങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺറിയൽ എഞ്ചിൻ ഡൗൺലോഡ് ചെയ്യുന്നത് മുതൽ അൺറിയൽ എഞ്ചിൻ്റെ കുറച്ച് ബേസിക് ട്യൂട്ടോറിയൽസ്, ലൈക്ക് ബേസിക് അതിൻ്റെ ഒരു GUI പറ്റിയും അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു ഒബ്ജക്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം, എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാം, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ ട്യൂട്ടോറിയൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ പ്ലേലിസ്റ്റിൽ പോകുമ്പോൾ അൺറിയൽ എഞ്ചിൻ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോസ് ഫുൾ ആദ്യം മുതൽ കാണാൻ ശ്രമിക്കുക. കാര്യം അത് കാണാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകാൻ ചാൻസ് ഇല്ല. സോ അത് കണ്ടിട്ട് വരിക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട്. സോ ഞാൻ അതിൻ്റെ കണ്ടൻറ് ബ്രൗസറിൽ പോയതിന് ശേഷം നമ്മളുടെ ക്യാരക്ടറിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഓപ്പൺ ചെയ്യണം. അതിന് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ബ്ലൂ പ്രിൻസിൽ BP തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ പ്രിൻ്റ് ക്ലാസ് കാണാൻ സാധിക്കും. അത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഓപ്പണായി വരും. ഇതിലൊരു ഫ്രീ സ്പോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ കമ്പോണൻസിനകത്ത് ക്യാരക്ടർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ ഡ്രാഗ് ചെയ്ത് ഇവൻറ്റ് ഗ്രാഫിലേക്ക് ഇടുക. അതിനുശേഷം അതിൽ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് സെറ്റ് ഓൾ സ്പീഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോഡ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് കീ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ക്യാരക്ടറിൻ്റെ സ്പീഡ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീയെ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ലെഫ്റ്റ് ഷിഫ്റ്റാണ് എടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ലെഫ്റ്റ് ഷിഫ്റ്റിൽ നിന്ന് ഈ ഒരു പ്രസ്ഡ് എന്നുള്ള കണക്ഷൻ ഡ്രാഗ് ചെയ്ത് ഈ ഒരു സെറ്റ് മാക്സ് വാൾക്ക് സ്പീഡിലേക്ക് കൊടുക്കുന്നു. അതുപോലെ അതിന് ഒന്നും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു റിലീസ്ഡിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ലോജിക്കാണ്. അതായത് ഇപ്പം ക്യാരക്ടർ കമ്പോണൻറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്പീഡിനെ എടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസ്ഡ് എന്നുള്ള കണക്ഷൻ പോകുന്നത് നമുക്ക് എത്ര സ്പീഡാണ് ബൂസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിലേക്കും, അതുപോലെ റിലീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഡീഫോൾട്ട് സ്പീഡിലേക്കും പോകും. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഡീഫോൾട്ട് സ്പീഡ് വന്നിട്ട് 600 ആണ്. അതുപോലെ നമ്മളിപ്പോൾ ബൂസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1200 ആണ്. ഓക്കെ, നമുക്കിപ്പോൾ അതൊന്ന് കമ്പൈൽ ചെയ്തിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നുണ്ടാവും ക്യാരക്ടറിൻ്റെ നോർമൽ സ്പീഡിലാണ് ഇപ്പോൾ ക്യാരക്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാരക്ടറിൻ്റെ സ്പീഡ് ബൂസ്റ്റ് ആവുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.